ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. എങ്ങോട്ടാ? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ദീപു, എന്താ രാധേ? പട്ടിണി കിടന്നാലും വേണ്ടില്ല, ആവുന്ന ജോലിയെ ചെയ്യാവൂ. ശരി, വേഗം വരുവാ. എന്താ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുണ്ടോ? ഇല്ല, സന്ധ്യയ്ക്കുണ്ടെങ്കിൽ വന്നാൽ മതി. ആ, എന്താ ദീപു, ജോലി കിട്ടിയില്ലേ? ഇല്ല. സാരമില്ല, നാളെ കിട്ടും. അടുപ്പ് തീ പോയിട്ട് 3 ദിവസമായി. നാളെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കോ? നാളെ 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 നാളെയും വെറും കൈയോടെ ഇങ്ങനെ കയറി വരും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? കാര്യമൊക്കെ ശരിയാ, എന്നിങ്ങനെ പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. വയ്യെങ്കിലേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കേ. ഞാൻ എന്റെ വീട്ടിൽ നിന്നല്ലേ, എന്തിനാ എന്നെ വിളിച്ചോണ്ടേ? വിളിച്ചപ്പോ നീ എന്തിനാ വന്നത്? ആരകത്തിനെ കെട്ടി വിളിച്ചോണ്ട് വന്നേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല, വെച്ച് നീട്ടി പോലും കിട്ടാതായി. എന്റെ മറ്റേ വർത്തമാനമൊന്നും എന്നോട് വേണ്ട. ഞാൻ പറഞ്ഞു എന്നെ കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ. ചിലക്കാതിരിയടി, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. പിടിച്ചില്ലെങ്കിൽ തുപ്പിക്കളാം. അറ്റകുറ്റം പറഞ്ഞോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോരാ. വല്ലതും തിന്നണമെങ്കിലേ ആണുങ്ങളെ പോലെ മേലെ നീ വേല ചെയ്യണം. ആഹാ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഞാനും നോക്കിക്കോളാം. എന്നെ അങ്ങ് വിട്ടേരെ. നിന്നെ ആരാണ്ട് ഇവിടെ പിടിച്ച് കെട്ടിയിരിക്കുന്നു. മനുഷ്യനെ വലയ്ക്കാതെ പോയി ചാവടി. ആറ്റിലേ ധാരാളം വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. രാധേ, നീ എങ്ങോട്ട് പോകുന്നു? എന്നോട് ആരും ഒന്നും ചോദിക്കണ്ട. എനിക്കാരുമില്ല. എന്നെ പോകാൻ പറഞ്ഞില്ലേ, ഞാൻ പോയിക്കോളാം. രാധേ, എന്നോട് ക്ഷമിക്കേ. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. നീ വാ. ഞാൻ വരുന്നില്ല. നീ എന്നെ വിട്ടു പോകുക രാധേ. ഇനിയും ദേഷ്യം വരുമ്പോ ഇറങ്ങി പോടിയെന്ന് പറയാനല്ലേ? ഇല്ല രാധേ, ഞാനിനി ഒരിക്കലും നിന്നോട് അങ്ങനെ പറയത്തില്ല. ഒരിക്കലും നിന്നെ കരയിക്കത്തുമില്ല. എന്താ മതിയോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം.
കിട്ടിയോ? കയ്യിലെന്താ? നമുക്ക് വേവിച്ച് കഴിക്കാം. എനിക്ക് വിശപ്പില്ല, ഒരു കഷ്ണം മതി, ബാക്കി നീ കഴിക്കും. രാവിലെ മുതൽ അരഞ്ഞു നടക്കുന്നതല്ലേ, ദീപ് കഴിക്കൂ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വഴിക്ക് വെച്ച ഒരാൾ കാപ്പി വാങ്ങിച്ചു തന്നു, നീയല്ലേ ഒന്നും കഴിക്കാതിരിക്കുന്നത്. കഴിക്കരാതെ. പാൽപ്പായസം കിട്ടിയാലും എനിക്ക് തരാതെ ദീപ് കഴിക്കില്ലെന്നറിയാം. വേല ഇറക്കാതെ അങ്ങോട്ട് തിന്നാനാ പറഞ്ഞത്. രാധേ, നിന്റെ വയറ് നിറയുമ്പോ എന്റെ വിശപ്പും മാറും. കഴിക്കരാതെ. അങ്ങനെ ഇപ്പൊ വേണ്ട. ദീപു പകുതി കഴിച്ചിട്ട് തന്നാ മതി. എനിക്ക് വേണ്ട. കഴിക്കു ദീപു. എന്റെ പൊന്ന് ദീപു അല്ലേ, കഴിക്കും. സാർ, സാർ, പെട്ടി ഞാൻ എടുക്കാം സാർ. വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കാം സാറേ. വേണ്ട വേണ്ട വേണ്ട. സാറേ, സാറേ, പെട്ടി ഞാൻ എടുക്കട്ടെ സാറേ. രാജൻ, നീ ഇവിടെ? ദീപു, ദീപു, നീ എന്താ ഈ വേഷത്തിൽ? എല്ലാം ഞാൻ പറയാൻ രാജൻ, നീ വരൂ. എന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ വീട് വിട്ടിറങ്ങി. അങ്ങനെ രാധയിൽ നിന്നും ഞാൻ സ്നേഹം എന്താണെന്ന് പഠിച്ചു. പക്ഷേ പട്ടിണി മാത്രം മിച്ചം. ഒരു ജോലിക്ക് വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്നെ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയത് നന്നായി. എന്റെ അമ്മാവന്റെ ഒരു കൊച്ചു ഓട്ട് ഫാക്ടറി ഉണ്ട്, അവിടെ ഞാൻ നിനക്ക് ജോലി വാങ്ങിത്തരാം. എനിക്ക് വലിയ ഉപകാരം രാജൻ. എന്നാ ഞാൻ പോട്ടെ. നിക്കടാ, അയ്യോ, വെക്കടാ, ഞാനില്ലേ തരുന്നത്. ശരി, നാളെ കാണാമല്ലോ. ആ, രാധേ, ജോലി കിട്ടിയോ? ആ കിട്ടി. എവിടെ? അല്പം ദൂരെയാ, ഒരു ഓട്ട് കമ്പനിയിൽ. നല്ല പണിയാണോ? നാളെ അറിയാം. എന്റെ ഒരു കൂട്ടുകാരനെ ഞാനിന്ന് വഴിക്ക് വെച്ച് കണ്ടു. അവനായി പണി വാങ്ങി തന്നത്. ഇതൊക്കെ വാങ്ങാൻ പൈസ ഒന്നും അവനാ. എന്തായാലും ദൈവം കണ്ണു തുറന്നു. ഇനി ഒന്നും പേടിക്കാനില്ല. നീ ഇതൊക്കെ കൊണ്ടുപോയി വല്ലതും ശരിയാക്ക്. നിനക്കിന്ന് വയറ് നിറച്ച ചോറ് ഞാൻ വാരി തരുന്നുണ്ട്.